الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يعرفون نعمة الله ثم ينكرونها وأكثرهم الكافرون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീകളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിലെ എല്ലാ മേഖലയിലും റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ഖൈറും ബറക്കത്തുമെല്ലാം നമ്മിൽ ധാരാളമായി വർഷിക്കുമാറാവട്ടെ. പ്രയാസപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ, രോഗികളായി കഴിയുന്നവർ, മറ്റൊട്ടനവധി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ. അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കും വേദനയ്ക്കുമെല്ലാം പാരത്രികമായ ലോകത്ത് പരിപൂർണമായ പ്രതിഫലം നൽകി റബ്ബ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ നഹ്ലിലെ 84-ാമത്തെ വചനമാണ് ഓതി വെച്ചത്. കഴിഞ്ഞ ഖുത്ബയിൽ നാം സൂചിപ്പിച്ചത് മറ്റുള്ള ആളുകളെ കുറിച്ച് മോശമായ വിചാരം വെച്ചു പുലർത്താൻ പാടില്ല എന്നും എല്ലാവരെയും കുറിച്ച് സൽവിചാരമാണ് വേണ്ടത് എന്ന വശമാണ് സൂചിപ്പിച്ചത്. അതിന് മറുവശമാണ് മനുഷ്യന് തന്നെ പറ്റി തന്നെയുള്ള അമിതമായ മതിപ്പ്, തന്റെ കാര്യത്തിലുള്ള അമിതമായ സൽവിചാരം. അത് മനുഷ്യനെ ദോഷത്തിലേക്കാണ്, നാശത്തിലേക്കാണ് എത്തിച്ചേർക്കുക. ഞാനെല്ലാം തികഞ്ഞവനാണ് എന്ന ധാരണയും, എനിക്കൊന്നും കുറവുകളില്ല, പോരായ്മകളില്ല, ഉണ്ടെങ്കിൽ തന്നെ അത്ര കാര്യമാക്കാൻ മാത്രമൊന്നുമില്ല എന്ന ഉജ്ബ് അല്ലെങ്കിൽ ഇജാബുൽ മർഇ ബിനഫ്സിഹി എന്ന് പറയുന്ന സ്വന്തത്തെക്കുറിച്ചുള്ള ഒരു അമിതമായ ആത്മപ്രശംസ, അത് ഒരു മനുഷ്യനെ നശിപ്പിക്കുമെന്നാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഒന്നുമല്ല.
ഏതർത്ഥത്തിൽ നോക്കിയാലും നമ്മൾ അങ്ങേയറ്റം ദുർബലന്മാരാണ്. ഒന്നും ചെയ്യാൻ കഴിയാത്ത ഏറെ ദൗർബല്യങ്ങൾ മാത്രം നിറഞ്ഞ ഒന്നുമല്ലാത്ത സാധുക്കളാണ് മനുഷ്യരായ നമ്മളെല്ലാവരും തന്നെ. അല്ലാഹു തആല മനുഷ്യരെ പറ്റി സൂറത്ത് ഫാത്തിറിൽ പ്രയോഗിച്ചത് ഫഖീർ എന്ന പ്രയോഗമാണ്. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, മനുഷ്യരെ നിങ്ങളെല്ലാം ഫഖീറുമാരാണ്. എത്ര വലിയ സമ്പന്നനാണെങ്കിലും ശരി, അവനൊക്കെ ഫഖീറാണ്. ഒരു ഫഖീറിന് അഹങ്കരിക്കാൻ വകയില്ലല്ലോ. ഒരു ഫഖീറിന് തന്റെ വലിപ്പത്തരം കാണിക്കാൻ, തന്റെ മേന്മ കാണിക്കാൻ എന്താണ് അയാൾക്കുള്ളത്? ഏത് രംഗത്ത് നമ്മൾ ഫഖീറാണ്. സാമ്പത്തിക വിഷയത്തിൽ മാത്രമല്ല, അറിവിന്റെ കാര്യത്തിൽ, അതേപോലെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ, സ്ഥാനമാനങ്ങളുടെ കാര്യത്തിൽ എല്ലാം നമ്മൾ ഫഖീറാണ്. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളൊക്കെ പടച്ച റബ്ബിനെ ആശ്രയിക്കുന്നവരാണ്, ഫഖീറുമാരാണ്. അല്ലാഹുവാണ് ഗനിയ്യ്, അവനാണ് ധന്യൻ. അല്ലാഹുവിന്റെ നാമമാണ് ഗനിയ്യ് എന്നുള്ളത്. പടച്ച റബ്ബ് ഗനിയ്യാണ്, അവൻ മാത്രമാണ് യഥാർത്ഥ ഗനിയ്യ്. ഈ യാഥാർത്ഥ്യത്തിന് നേരെ വിരുദ്ധമാണ് ഒരു മനുഷ്യന് നേടുന്ന ഏതെങ്കിലും നേട്ടങ്ങളെ പേരിൽ അവൻ അവനെപ്പറ്റി തന്നെ വലിയ കാര്യമായി വിചാരിക്കുകയും ഞാനൊക്കെ എന്തോ സംഭവമാണ് എന്ന ആ നാട്യങ്ങളും ജാടകളും കൊണ്ടിടക്കുകയും ചെയ്യുക എന്നത് ഒരു മനുഷ്യന്റെ ഇഹവും പരവും നഷ്ടപ്പെടാൻ നിമിത്തമാകുന്ന കാര്യമായാണ് പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയത്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് അല്ലാഹു ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണ് മനുഷ്യന്റെ തുടക്കത്തെ പറ്റി. അവന്റെ തുടക്കം എന്തായിരുന്നു? ഒന്നുമല്ലാത്ത സാഹചര്യം. ഹലത്താ അലൽ ഇൻസാൻ ഹീനും മിനദ് ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറ, പടയപ്പെടാവുന്ന ഒന്നുമല്ലാത്ത ഒരു കാലഘട്ടം മനുഷ്യനിക്ക് കഴിഞ്ഞു പോയിട്ടില്ലേ എന്നുള്ള ചോദിക്കുന്നുണ്ട്. ഇന്ന് നമുക്കൊരു അഡ്രസ് ഉണ്ട്. ആ അഡ്രസ് ഇല്ലാത്ത, നമ്മുടെ ഇതേ പേരിൽ ഇതേ അഡ്രസ്സിൽ നാം ജനിക്കും മുമ്പ് നമ്മളെ വീട്ടിൽ കത്ത് വന്നാൽ ആ കത്ത് മടങ്ങിപ്പോകും. അങ്ങനെ ആളില്ല എന്ന് പറഞ്ഞിട്ട് അഡ്രസ് ഇല്ലാത്ത ഒരു കാലം കഴിഞ്ഞു പോയി. പിന്നീട് ഇന്നാ ഖലഖൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജ് നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ, ഒന്നുമല്ലാത്തൊരു ഇന്ദ്രിയത്തുള്ളിൽ നിന്നാണ്, കണ്ടാൽ അറക്കുന്ന വെറുക്കുന്ന ഒരു ഇന്ദ്രിയത്തുള്ളിൽ നിന്നാണ് മനുഷ്യനെ അല്ലാഹു തആല സൃഷ്ടിച്ചത്. ഇവിടെ തുടക്കം അതാണ്. അത്തരം ഒരു അവസ്ഥയിൽ നിന്ന് ഉണ്ടായി വന്ന് ഒന്നുമല്ലാത്ത അവസ്ഥയിൽ ജനിച്ചു വന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും, നിങ്ങളെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്ന് പടച്ച റബ്ബ് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ലാ തഅലമൂന ശൈഅ, നിങ്ങൾ യാതൊന്നും അറിയാത്തവരായ അവസ്ഥയിൽ. മറ്റേതു ജീവികളും ജനിച്ചു വരുമ്പോൾ ചില അറിവുകൾ അവക്കുണ്ട്. മനുഷ്യൻ ജനിച്ചു വരുമ്പോൾ ഒരറിവുമില്ല, ഒന്നും അറിയാത്ത അവസ്ഥയിലാണ്. ലാ തഅലമൂന ശൈഅ, ശൈഅ എന്ന പദം ഈ രൂപത്തിൽ ഉപയോഗിച്ച അതിനർത്ഥം ഒന്നുമില്ല, യാതൊന്നുമില്ല എന്നർത്ഥമാണ്. അതിനാണ് ശൈഅൻ എന്ന പ്രയോഗം പ്രയോഗിച്ചത്. ഒന്നും അറിയാത്ത, ഒരു അക്ഷരം പോലും അറിയാത്ത, ഒന്നും പറയാൻ കഴിയാത്ത, എന്തെങ്കിലും ഒരു ഇൽമ് അവനുണ്ടെന്ന് പറയാൻ ഒന്നുമില്ലാത്ത വട്ടപൂജമായിക്കൊണ്ട് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വന്നവരാണ് നമ്മളെല്ലാവരും. എന്നിട്ട് പിന്നെ അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ കയറി ഞാനൊക്കെ എന്തോ ഒരു സംഭവമാണ് എന്ന തോന്നലുണ്ടെങ്കിൽ അത് എല്ലാം നശിപ്പിക്കും. ദുനിയാവും നഷ്ടപ്പെടും, പരലോകം നഷ്ടപ്പെടും. അതുകൊണ്ട് അഹങ്കാരമുള്ളവന് സ്വർഗമില്ല എന്ന് എത്ര വചനങ്ങളിലാണ് അല്ലാഹു മുസ്ലിം പഠിപ്പിച്ചത്. കിബർ, അഹങ്കാരം എന്നത്. അതുകൊണ്ട് ഇജാബ്, നമ്മളെ പറ്റി ഒരു മേന്മ നടിക്കുക എന്നുള്ളത് അത് നല്ല ശീലമല്ല. പല കാരണങ്ങളാൽ ആ സ്വഭാവം ഉണ്ടായി വരും. അതിനുള്ള ചില പ്രതിവിധികളും പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, ഇതിനെയാണ് മനുഷ്യന്റെ തുടക്കം മറക്കുക എന്നാണ്. എവിടുന്ന് വന്നു എന്ന് മറക്കുക, തന്റെ കഴിഞ്ഞ കാലം എന്തായിരുന്നു എന്ന് മറക്കുക. അതുകൊണ്ട് മറക്കാതിരിക്കാനാണ് പടച്ച വിശുദ്ധ ഖുർആനിൽ പല തവണകളായി വ്യത്യസ്തമായ ശൈലികളിൽ മനുഷ്യനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നീ ഇങ്ങനെ ആയിരുന്നില്ലേ, ഇതിന്റെ തുടക്കമില്ലല്ലേ, നിന്നെ സൃഷ്ടിച്ച ഇങ്ങനെയല്ലേ എന്ന ആ തുടക്കത്തെ പറ്റി ധാരാളം വചനങ്ങൾ പടച്ച റബ്ബ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ ഓർമ്മയുണ്ടാവൽ അഹങ്കാരമില്ലാതിരിക്കാൻ. നമ്മളുടെ ചില ആളുകളൊക്കെ വലിയ അഹങ്കാരമാണ്. നമ്മൾ പറയും ഓന്റെ വർത്താനം കേട്ടാൽ ഓനൊക്കെ പണ്ട് എന്തായിരുന്നു, നമുക്കറിയില്ല ഓനെ പറ്റി.
നമുക്കറിയാം, ഓന് പണ്ട് എന്റെ വീട്ടിൽ പണിയെടുത്ത ആളായിരുന്നു, ഇത് ഞാനാണ് അവൻ അന്ന് സഹായിച്ചത്, ഞാനാണ് ഗൾഫിലേക്ക് പോകാൻ പണം കൊടുത്തത്, ഇപ്പൊ കണ്ട ഓനക്ക് വലിയ ഒരു ധിക്കാരിയായി മാറിയെന്ന് നമ്മൾ പറയാറില്ലേ? എങ്കിൽ പടച്ചറബ് പറയാ, എന്തുണ്ട് മനുഷ്യ അഹങ്കരിക്കാൻ എന്റെ കയ്യിലുള്ളത്? എന്താ ഉള്ളത്? ഒന്നുമില്ല. നിന്നെ ഒന്നും അറിയാത്ത അവസ്ഥയിൽ ഈ ഭൂമിയിലേക്ക് വന്ന നീ, അതും തന്നെ മിൻ നുത്ഫത്തിൻ അംസാജിൻ, പരസ്പരം കൂടിക്കലർന്ന ഒരു ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് പടച്ചറബ് നിന്നെ സൃഷ്ടിച്ചു കൊണ്ടുവന്നു. ഉമ്മാന്റെ ഗർഭാശയത്തിൽ 10 മാസം കടന്നു, പുറത്തേക്ക് വരുമ്പോൾ ഒന്നും അറിയാത്ത അവസ്ഥയിൽ വന്നു. എന്നിട്ട് അവർക്ക് അല്ലാഹു തആല എല്ലാം നൽകി. അവന്റെ കണ്ണും കാതും എല്ലാം പടച്ചറബിന്റെ ഔദാര്യമായി അവന്റെ കണ്ണും കാതും ചിന്ത പോലും പടച്ചറബ് നൽകി. എന്തിന്? ലഅല്ലക്കും തശ്കുറൂൻ, ശുക്റുള്ളവരായി നന്ദിയുള്ളവരായി മാറാൻ വേണ്ടി എന്നാണ്. എത്ര വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് ചോദിച്ച് ഓർമ്മപ്പെടുത്തി, നിനക്കുള്ള എല്ലാം അതെല്ലാം പടച്ചറബിന്റെ ഔദാര്യമാണ് എന്ന്. അതുകൊണ്ട് വന്ന വഴി മറക്കാതിരിക്കുക, അതാണ് പരിഹാരം. രണ്ടാമത്, ആളുകൾ ഒരു വല്ല നിഅമത്തും കിട്ടിയാൽ ആ നിഅമത്തിനെ കേന്ദ്രീകരിക്കുന്നു, തന്നവനെ വിസ്മരിക്കുന്നു. ആ നിഅമത്ത് പടച്ചറബിന്റെ ഔദാര്യമാണ്, അവന്റെ വകയാണ് എന്ന ആ യാഥാർത്ഥ്യം മറക്കുകയും ഈ നിഅമത്തിനെ കേന്ദ്രീകരിക്കുകയും അതിലേക്ക് അഹങ്കരിക്കാൻ വകയുള്ളതാണ് എന്ന ധാരണ അവനെ ഇത്തരം കിബറിലേക്ക്, ഇത്തരം ഉജുബിലേക്ക് അവനെ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നു. മനുഷ്യന്റെ പക്കൽ എന്തുണ്ടെങ്കിലും എല്ലാം പടച്ചറബിന്റെ ഔദാര്യം മാത്രമാണ്, റബ്ബ് നൽകിയതാണ്, അല്ലാതെ നമ്മുടെ കൈവശം ഒന്നുമില്ല. പക്ഷെ സമ്പത്തുണ്ടാകുമ്പോൾ ആളുകൾ ആ സമ്പത്തിലേക്കാണ് കേന്ദ്രീകരിക്കുന്നത്. ഈ സമ്പത്ത് റബ്ബ് തന്നവനാണ്, എന്റെ കുടുംബത്തിൽ പലർക്കും കൊടുക്കാത്ത, എന്റെ നാട്ടിൽ പലർക്കും നൽകാത്ത, എന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പോലും ഇല്ലാത്ത ഒരു നിഅമത്ത് റബ്ബിലേക്ക് തന്നു എന്ന് വിചാരിക്കുമ്പോഴാണ് കൂടുതൽ വിനയാന്വിതരാവാൻ അവന് അത് നിമിത്തമായി മാറുക. അല്ലെങ്കിൽ അഹങ്കാരമായി മാറും ആ സമ്പത്ത്. അവന്റെ സ്ഥാനമാനങ്ങൾ, സൗകര്യങ്ങൾ, അറിവുകൾ, കഴിവുകൾ ഏതെങ്കിലും മേഖലയിൽ ഒരൽപ്പം പിടിപാടുണ്ടായാൽ, ഏതെങ്കിലും രംഗത്ത് ഒരൽപ്പമൊന്ന് ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതോടുകൂടി ഒരു ചിന്താഗതി മാറുകയാണ്. കാരണം ഈ നിഅമത്തിനെയാണ് കേന്ദ്രീകരിക്കുന്നത്. നിഅമത്ത് തന്നവനെ, അല്ലാഹു തആലയെ അവൻ മറന്നു പോകുന്നു എന്നർത്ഥം. അതും തന്നെ വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലത്ത് അവനെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തി പടച്ചറബിന്റെ നിഅമത്തുകൾ. വഇൻ തഉദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ, റബ്ബിന്റെ നിഅമത്തുകളെ നിങ്ങൾ എണ്ണുകയാണെങ്കിൽ കണക്കാക്കാൻ കഴിയുകയില്ല എന്ന. കണക്കാക്കാൻ കഴിയാത്തത്ര അനുഗ്രഹങ്ങളെ ഓരോ നിമിഷത്തിലും പടച്ചറബിന്റെ ഔദാര്യമായി കിട്ടി. അതിന്റെ പേരിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ശ്വാസോച്ഛ്വാസം വരെ പടച്ചോൻ തന്നതാണ്, കണ്ണും കാതും പടച്ചോൻ തന്നതാണ്. ഒരടി മുന്നോട്ട് വെക്കണമെങ്കിൽ പടച്ചറബിന്റെ കോടിക്കണക്കായ നിഅമത്തുകളും അനുഭവിച്ചുകൊണ്ടല്ലാതെ വെച്ച കാലൊന്ന് എടുത്തു വെക്കാൻ പോലും കഴിയാത്ത സാധുക്കളാണ്, ദുർബലന്മാരാണ് മനുഷ്യൻ. ഒന്ന് കൈ ഉയർത്താൻ, ഒരൽപ്പം വെള്ളം കുടിക്കാൻ, ഒരു ഭക്ഷണം കഴിക്കാൻ, എന്തിനും ഏതിനും പടച്ചറബിന്റെ ഔദാര്യമല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ദുർബലരായ മനുഷ്യൻ. എല്ലാം അള്ളാന്റെ വക ഫ്രീ ആയി കിട്ടിയിട്ട്, ഔദാര്യമായി കിട്ടിയിട്ട് ആ ഔദാര്യം അനുഭവിക്കുമ്പോൾ അഹങ്കാരമാക്കി മാറ്റുന്നവൻ എത്രമാത്രം ധിക്കാരിയാണ്. പടച്ചറബ് ഓർമ്മപ്പെടുത്തി, വസഖറ ലക്കും, പടച്ചറബ് നിങ്ങൾക്കതാ കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നുവെന്നാണ്. എത്ര സ്ഥലത്തുള്ള പറഞ്ഞു. ആകാശഭൂമികളെല്ലാം അതേക്കും പ്രത്യക്ഷമായും പരോക്ഷമായും അവന് നിഅമത്തുകളെ അവൻ നിങ്ങൾക്ക് ചൊരിഞ്ഞു തന്നു. അസ്ബഗ, വാരിക്കോരി തന്നു, ചൊരിഞ്ഞു തന്നു എന്ന് അല്ലാഹു തആല പ്രയോഗിക്കുന്നു. യാ അയ്യുഹന്നാസ് ഉദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും, മനുഷ്യരെ നിങ്ങൾക്ക് റബ്ബ് തന്ന നിഅമത്തുകളെ നിങ്ങൾ ഓർക്കണേ. ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹി യർസുഖുക്കും, അല്ലാത്ത മറ്റേത് ഖാലിഖാണ് നിങ്ങൾക്ക് റിസ്ക് നൽകാനുള്ളത്? ആരാ റിസ്ക് നൽകുന്നത്? പടച്ച റബ്ബല്ലാതെ. ആരാ നിങ്ങൾക്ക് ഈ നിഅമത്തുകൾ നൽകുന്നത്? അല്ലാഹു അല്ലാതെ. മറ്റാരാ വല്ലതും നൽകുന്നത്? ആരും ഒന്നും നൽകുന്നില്ല, ഒരാളും നമുക്കൊന്നും നൽകുന്നില്ല. പടച്ച റബ്ബ് മാത്രമാണ് എല്ലാം നൽകുന്നവൻ. എന്നിട്ടും മനുഷ്യൻ അതെല്ലാം മറക്കുകയും എന്നിട്ട് അഹങ്കാരിയായി ധിക്കാരിയായി മാറുകയും ചെയ്യുന്നു. അവിടെ നിഅമത്തുകളെ എല്ലാം കേന്ദ്രീകരിക്കേണ്ടത് മുൻഇമിനെ, നിഅമത്ത് നൽകിയവനെയാണ് ഒരു മനുഷ്യൻ ഓർക്കുകയും സ്മരിക്കുകയും അവനോട് നന്ദിയുള്ളവനായി കടപ്പാടുള്ളവനായി മാറുകയുമാണ് വേണ്ടത്. നാലാമത്, സമാനരായ ആളുകളുമായുള്ള സഹവാസങ്ങൾ പലപ്പോഴും മനുഷ്യൻ ധിക്കാരിയാക്കി മാറ്റും. സമ്പത്ത് കൂടുമ്പോ പിന്നെ അവന്റെ ബന്ധങ്ങളൊക്കെ സമ്പന്നന്മാർ മാത്രമായി മാറി. വലിയ സൗകര്യമുണ്ടാകുമ്പോൾ പിന്നെ ബന്ധങ്ങളൊക്കെ മാറി
അത്തരം മനുഷ്യന്മാർ മാത്രമാണ് ബന്ധം. പിന്നെ താഴോട്ട് ഇറങ്ങുന്നില്ല. പിന്നെ അവന്റെ എല്ലാ ഇടപാടുകളും അത്തരം ആളുകളുമായിട്ട് മാത്രം. അവന്റെ യാത്രകൾ അത്തരം ആളുകളെ കൂടെ മാത്രം. അവന്റെ ഏതെങ്കിലും ഒരു കൂട്ടുകെട്ടിൽ അവന്റെ ഫംഗ്ഷനുകളിൽ പോലും അത്തരം ആളുകളെ മാത്രം ക്ഷണിക്കുന്ന, അവരുമായി മാത്രം ബന്ധമുള്ള, താഴേക്കുള്ള ആളുകളെ വിസ്മരിക്കുന്ന ആളുകൾ. നബി തങ്ങൾ പറഞ്ഞു, വലീമത്തുകളിൽ, വിവാഹ സദ്യകളിൽ ഏറ്റവും മോശമായത് ഫുഖറാക്കളെ, ദരിദ്രന്മാരെ ഒഴിവാക്കുകയും അതേപോലെ അഗ്നിയാരെ മാത്രം ക്ഷണിക്കുകയും ചെയ്യുന്ന സദ്യയാണ്. അഗ്നിയ, മുതലാളി മാത്രം വിളിക്കുന്ന, അല്ലാത്തവരെല്ലാം അവഗണിക്കുന്ന സദ്യ. അതാണ് ഏറ്റവും ഏറ്റവും മോശമായ ഭക്ഷണം വലീമത്തിന്റെ ഭക്ഷണമാണ്. എങ്ങനെയാണെങ്കിൽ മുതലാളിമാരെ മാത്രം വിളിക്കുക, സാധാരണക്കാർക്ക് പ്രവേശനമില്ല, സാധാരണക്കാർക്ക് അവിടെ പരിഗണനയില്ല, അവരൊക്കെ അവഗണിച്ചു വിട്ടു. മുതലാളി മാത്രം വിളിക്കുന്ന എത്രയോ സംഭവങ്ങൾ അങ്ങനെയുണ്ട്. ഏതു രംഗത്തും അത്തരം ആളുകളുമായി മാത്രം ഇടപെടുന്ന ആളുകൾ. വലിയ വലിയ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ അത്തരം ആളുകളോടല്ലാതെ അവൻ ഇടപെടലില്ല. സാധാരണമായി ഇടപെടാൻ അവൻ പാകപ്പെടുന്ന ഇൻകാര്യമാണ് പറയപ്പെടുന്നതിന് അവൻ നിമിത്തമാക്കി മാറ്റുക. ആരുമായി സഹവസിക്കുന്നുവോ അതിന് സ്വാധീനം മനുഷ്യർക്കുണ്ടാവും. നല്ല മനുഷ്യമായി സഹവസിച്ചാൽ ആ നന്മ നമുക്ക് കിട്ടും. വിനയാന്യതരുമായി സഹവസിച്ചാൽ ആ വിനയം നമുക്കും ശീലമായി മാറും. നബിതങ്ങളുടെ രീതി അതായിരുന്നു. നബിതങ്ങൾ മിസ്കീന്മാരുമായി വലിയ ബന്ധമായി. നബിയുടെ പ്രാർത്ഥന പോലും അതായിരുന്നു. സ്വഹീഹായ ഹദീസാണ്. അല്ലാഹുവേ, എന്നെ മിസ്കീനായി ജീവിപ്പിക്കണമേ, മിസ്കീനായി മരിപ്പിക്കണമേ, മിസ്കീന്മാരുടെ കൂട്ടത്തിൽ തന്നെ നീ എന്നെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണേ എന്ന പ്രാർത്ഥന നിർവഹിക്കണമെങ്കിൽ അത് ഒരു പ്രത്യേകമായ മനസ്സുണ്ടാകുക തന്നെ വേണം. നബി തങ്ങളുടെ ദുആയിൽപ്പെട്ടതായിരുന്നു ആ ഒരു പ്രാർത്ഥന. അവരുമായുള്ള ബന്ധങ്ങൾ, അവരുമായുള്ള ഇടപെടലുകൾ മനുഷ്യന്റെ അഹങ്കാരം ഇല്ലാതാക്കും. അവന്റെ ഗർവ്, അവന്റെ കിബറ് അതില്ലാതാവാൻ താഴേക്കുള്ള ആളുകളുമായുള്ള സഹവാസം എപ്പോഴും നിമിത്തമാണ്. നബി തങ്ങൾ ഏതു സാധാരണക്കാരന്റെ കൂടെയും പോകുമായിരുന്നു. ഏതു സാധാരണക്കാരൻ ക്ഷണിച്ചാലും അവർ വീട്ടിൽ ചെല്ലുമായിരുന്നു. ഗ്രാമീണരായ ആളുകൾ, അയറാബികൾ, നമ്മൾ ഇന്ന് പറയുന്ന ബദുക്കൽ, അവർ വരെ മദീനയിൽ വന്ന് നബിയുടെ കയ്യും പിടിച്ചിറങ്ങിപ്പോകുമായിരുന്നുവെന്ന് സഹാബിമാര് പറയാണ്. കയ്യും പിടിച്ചിറങ്ങിപ്പോകും. അവർക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു തീരുവോളം നബി തങ്ങൾ സമയം നൽകും, കേൾക്കാൻ തയ്യാറാകും. നബി തങ്ങൾ ഏതിലേക്ക് വിളിച്ചാലും ചെല്ലും. ആര് ക്ഷണിച്ചാലും അവന്റെ വീട്ടിലുള്ളത് പച്ചവെള്ളവും കാരക്കയുമാണെങ്കിൽ അതിലേക്ക് ക്ഷണിച്ചാൽ പോലും ആ ക്ഷണം സ്വീകരിക്കാൻ നബിക്ക് പ്രയാസമുണ്ടായിരുന്നില്ല. ഞാൻ നബിയാണല്ലോ, അതുകൊണ്ട് ഇങ്ങനത്തെ വീട്ടിൽ ഞാനില്ല, ഈ വക ആളുകൾക്ക് ഞാനില്ല എന്ന് പറഞ്ഞ് ഒരു ഹയർ ലെവലിലെ കൂടെ മാത്രം പോകുന്ന രീതി ആയിരുന്നില്ല നബി തങ്ങളുടെ രീതി. അതാണ് ശരിയായ മാതൃക. അതിന് പകരം ചില സൗകര്യങ്ങളും സ്ഥാനമാനം ഉണ്ടാകുമ്പോൾ അത്തരം ആളുകളുമായി മാത്രം ഇടപെട്ട് അവരുമായി മാത്രം ബന്ധം സ്ഥാപിച്ച് നമ്മളൊന്ന് വകച്ചൊടുക്കും. അതൊക്കെ ഓലൊക്കെ വലിയ വലിയ VIP കളല്ലേ, ഓലങ്ങനെ ആയിക്കോട്ടെ എന്ന് അങ്ങനെ ഒരു VIP ദുന്യാവിലില്ല. ദുന്യാവിന്റെ കാര്യത്തിലുണ്ടാകാം. പടച്ച റബ്ബിന്റെ കണക്കിൽ VIP എന്നുള്ളത് ഏറ്റവും തഖ്വയുള്ളവനാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. പടച്ച റബ്ബിന്റെ പക്കൽ ഏറ്റവും വലിയ കറാമത്തുള്ളവൻ, ഏറ്റവും വലിയ അംഗീകാരമുള്ളവൻ അത്ഖാക്കും, നിങ്ങൾ ഏറ്റവും വലിയ തഖ്വയുള്ളവരാണെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. തഖ്വ കൊണ്ടാണ് റബ്ബിനടുക്ക് സ്ഥാനം കൂടുക. സമ്പത്തുണ്ടായാൽ സ്ഥാനം കൂടുകയില്ല. സൗകര്യമുണ്ടായത് കൊണ്ട് മാത്രം സ്ഥാനം കൂടുകയില്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. ആരാണോ ഏറ്റവും വലിയ തഖ്വയുള്ളവൻ അവനാണ് അക്രം. റബ്ബിന്റെ പക്കൽ ഏറ്റവും വലിയ ഔദാര്യവാൻ, ഏറ്റവും വലിയ അംഗീകാരം നൽകപ്പെടുന്നവൻ അവനാണെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതാണ് നമ്മൾ ഉണ്ടാക്കിയത്. സമ്പത്ത് ഉണ്ടായിക്കോട്ടെ, അത് വേണ്ടെന്നല്ല. സ്ഥാനമാനം ഉണ്ടായിക്കോട്ടെ, വേണ്ടെന്നല്ല. പക്ഷെ അതിലേക്കല്ല കേന്ദ്രീകരിക്കേണ്ടത്. അതൊക്കെ റബ്ബിന്റെ നിഅമത്താണ്, റബ്ബിന്റെ ഔദാര്യമാണ്. ഹാദാ മിൻ ഫദ്ലി റബ്ബി, സുലൈമാൻ നബിയുടെ പ്രയോഗമാണല്ലോ. ബിൽഖീസിന്റെ സിംഹാസനം നിമിഷ നേരം കൊണ്ട് തന്റെ മുമ്പിൽ ഹാജരായി കണ്ടപ്പോൾ സുലൈമാൻ നബി പറഞ്ഞ വാക്കാണ് ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കുവാൻ. അല്ല, ഇത് എന്റെ കഴിവാണെന്നല്ല, ഇത് എന്റെ ഊക്കാണ് എന്നല്ല. അത് പറഞ്ഞവരുണ്ട്. ഫിർഔന് പറഞ്ഞു ഇതെല്ലാം ലഭിച്ചത് ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ, ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടത് എന്റെ ഇൽമ കൊണ്ടാണ് എന്ന് ഫിർഔന്റെ വാക്കല്ല എടുത്തു പറഞ്ഞിട്ടുണ്ട്. അധികാരമുണ്ടായപ്പോൾ, സൗകര്യമുണ്ടായപ്പോൾ, സ്ഥാനമാനമുണ്ടായപ്പോൾ അവന്റെ പ്രതികരണം അതായിരുന്നു, എന്റെ അറിവ് കൊണ്ടാണ്, എന്റെ മേന്മ കൊണ്ടാണ്, എന്റെ കഴിവ് കൊണ്ടാണ് ഇതെല്ലാം ലഭിച്ചത് എന്ന് അവൻ പറഞ്ഞുവെന്നാണ്. എന്നാൽ സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൊത്തം അടക്കി ഭരിച്ച ഭരണാധികാരിയാണ്.
മനുഷ്യന്മാരെ മാത്രമല്ല, പിശാചുക്കളെയും ജിന്നുകളെയും പക്ഷികളെയും മൃഗങ്ങളെയും കാറ്റിനെയും പോലും ഉൾപ്പെടുത്തപ്പെട്ട പ്രവാചകനാണല്ലോ സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സുലൈമാൻ നബിയുടെ മുമ്പിലേക്ക് 1500 കിലോമീറ്റർ അപ്പുറത്തുള്ള സബ എന്ന രാജ്യത്തെ രാജ്ഞിയുടെ സിംഹാസനം ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തന്റെ മുമ്പിൽ മുഴുജത്തായി അത് എത്തിയപ്പോൾ സുലൈമാൻ നബിയുടെ പ്രതികരണമാണ്, ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അഅശ്കുറു അം അക്ഫുർ. ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കുവാൻ, അഅശ്കുറു അം അക്ഫുർ, ഞാൻ നന്ദി കാണിക്കുമോ അതല്ല നന്ദി കെട്ടവനായി മാറുമോ എന്ന പരീക്ഷിക്കുവാനായി റബ്ബ് തന്ന ഔദാര്യമാണ്. ആ ബോധമാണ് നമുക്കുണ്ടാവേണ്ടത്. അല്ലാതെ ഒരൽപ്പം സമ്പത്തുണ്ടാകുമ്പോഴേക്ക്, ഒരു വലിയ വീടുണ്ടാകുമ്പോഴേക്ക്, ഒരു വലിയ വാഹനമാകുമ്പോഴേക്ക് പിന്നെ ആർക്കും പ്രവേശനമില്ല, ആരുമായും ബന്ധമില്ല, ഒരാളെയും കാണുന്നില്ല, അവൻ അവന്റെ ലെവലങ്ങ് ജീവിച്ചു പോവുക എന്ന രീതി ദുനിയാവിൽ ഒരു പക്ഷെ തൽക്കാലമൊക്കെ കാര്യമുണ്ടാകാം. അതല്ല ഒരു വിശ്വാസിക്ക് വേണ്ടത്. അതുകൊണ്ട് വിനയമാണ് നമ്മൾ പഠിക്കേണ്ടത്. ആ തലത്തേക്ക് താഴാനാണ് നാം ശീലിക്കേണ്ടത് എന്ന് എന്നെയും നിങ്ങളെയും ഒക്കെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെ പല കാരണങ്ങളാൽ പലപ്പോഴും മനുഷ്യന് ഈ വക സ്വയം പൊങ്ങച്ചം, അഹങ്കാരമൊക്കെ ഉണ്ടായി വരാം. ഇതിന്റെ അപകടങ്ങൾ, ദുരന്തങ്ങൾ അറിയാതെ പോയാലും ഉണ്ടാകും. കിബ്റിന്റെ അഹങ്കാരന്റെ ദുരന്തം, അതിന്റെ ആഖിബത്ത്, പര്യവസാനം നേരത്തെ സൂചിപ്പിച്ചു, സ്വർഗം നഷ്ടപ്പെടും അഹങ്കാരമുള്ളവൻ. കിബ്റുള്ളവൻ, മുതകബ്ബിർ, അള്ളാഹ് ഇഷ്ടപ്പെടുകയില്ല. എത്ര സ്ഥലത്ത് അള്ളാഹ് പറഞ്ഞു, ലവലേശം അണുമണിത്തൂക്കം അഹങ്കാരമുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കയില്ല എന്ന് എത്ര ശൈലികളാണ് പഠിപ്പിക്കപ്പെട്ടത്. അതിനൊക്കെ പാഠം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് നമ്മുടെ ഒരു കഴിഞ്ഞ കാലത്തെ പറ്റി എപ്പോഴും ഓർക്കുക. മറ്റൊന്ന്, ആളുകൾ എപ്പോഴും അഹങ്കാരികളായി മാറൽ തറവാടിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ്. തറവാട് മഹിമകൾ നബി തങ്ങൾ പറഞ്ഞു, 4 കാര്യം എന്റെ ഉമ്മത്തിലുണ്ട്. അത് മിൻ അംദിൽ ജാഹിലിയ്യ, ജാഹിലിയ്യ കാലത്തെ കാര്യമാണ്. പക്ഷേ എന്റെ ഉമ്മത്ത് ഒഴിവാക്കയില്ല. എന്റെ ഉമ്മത്ത് ഒഴിവാക്കയില്ല. ജാഹിലിയ്യ കാലത്തെ സ്വഭാവമാണ്. പക്ഷെ ഈ ഉമ്മത്തിലുണ്ടാകും 4 കാര്യം. അതിൽ നബി തങ്ങൾ പറഞ്ഞ ഒന്നാണ് അൽ ഫഖ്റു ഫിൽ അൻസാബ്. കുടുംബത്തിന്റെ പേര് പറഞ്ഞുള്ള ഫഖർ, ദുരഭിമാനം നടിക്കൽ. ഒന്നുമില്ലാത്തവനും തന്റെ തറവാടിന്റെ, തന്റെ കുടുംബത്തിന്റെ വലിപ്പത്തരം പറയും. അവരൊന്നുണ്ടാവില്ല. താമസിക്കുന്നത് പോലും ആരാന്റെ ഔദാര്യത്തിൽ കിട്ടിയ വീട്ടിലായിരിക്കാം. ഉടുത്ത വസ്ത്രം പോലും വല്ലോനും കൊടുത്തായിരിക്കാം. എന്നാലും ഞങ്ങളെ കുടുംബം വലിയ കുടുംബമാണ്, ഞങ്ങൾ പഴയ കാലത്ത് അങ്ങനെയായിരുന്നു, അന്ന് ഇങ്ങനെ ആയിക്കോട്ടെ, അൽഹംദുലില്ലാഹ് അതൊരു നിഅമത്ത് എന്ന് വിചാരിക്കാന്നല്ലാതെ അത് അഹങ്കരിക്കാനുള്ള വകയായി മാറേണ്ടതല്ല. അതൊക്കെ താൽക്കാലികമായ സംവിധാനങ്ങൾ മാത്രം. നമ്മുടെ എത്ര വലിയ കുടുംബക്കാരാണെങ്കിലും ഒരു 4 പഞ്ചായത്ത് അപ്പുറം പോയിട്ട് നമ്മുടെ കുടുംബത്തിന്റെ പേര് പറഞ്ഞു നോക്കി, ആർക്കും അറിയില്ല. ഈ ഭാഗത്താണ് നമ്മളെ പറ്റി പറഞ്ഞാൽ ഒരു കുറച്ചപ്പുറം, നമ്മുടെ ജില്ലയിൽ തന്നെ ഒരു ദേശം അപ്പുറത്ത് പോയിട്ട് ഈ കുടുംബത്തിന്റെ പേര് പറഞ്ഞാൽ ആർക്കറിയാം? ഒരു പിടുത്തുണ്ടാവില്ല. നമ്മൾ വലിയവരാ നമുക്ക് തോന്നുകയാണ്, ആയിക്കോട്ടെ വലിയതാണെങ്കിൽ പഠിച്ചോ വല്ലാക്കി തന്നു എന്ന് വിചാരിച്ചാലും മതി. അത് അഹങ്കാരമായി കണക്കാക്കാൻ പാടില്ല. അപ്പൊ ഈ ജാഹിലിയ്യ സ്വഭാവമാണ് നബി തങ്ങൾ പറഞ്ഞു. മാത്രവുമല്ല, നബി തങ്ങൾ ആദ്യമായി ദഅവത്ത് ആരംഭിച്ചപ്പോ പോലും എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയതായിരുന്നു, യാ മഅ്ശറ ഖുറൈശ്. അന്ന് മക്കത്തെ ഏറ്റവും വലിയ തറവാട്ട് ഖുറൈശികളാണ്. അത് അല്ലാഹ് തെരഞ്ഞെടുത്ത തറവാടുമാണ്. നബി തങ്ങൾ പ്രത്യേകം പറഞ്ഞു, റബ്ബ് തെരഞ്ഞെടുത്തിരിക്കുന്ന ഖുറൈശികളെ എന്നാണ്. ഇബ്രാഹിം പരമ്പരയിൽ നിന്ന്, ഇസ്മായിൽ പരമ്പരയിൽ നിന്ന് തെരഞ്ഞെടുത്ത് വന്നിട്ടാണ് അവസാനം ഖുറൈശികളെ തെരഞ്ഞെടുത്തത്. വസ്തഫാനി മിൻ ഖുറൈശ്, എന്നിട്ട് ആ ഖുറൈശിൽ നിന്ന് എന്നെ തെരഞ്ഞെടുത്തു വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും വലിയ തറവാട് ഖുറൈശി തറവാട്. ഇന്നുണ്ടല്ലോ വലിയ വർത്താനം, ഓനൊരു ഖുറൈശി നമ്മൾ പറയുന്നുണ്ട്. ഖുറൈശി വലിയ തറവാടാണ്, പടച്ചോൻ പ്രത്യേകം തെരഞ്ഞെടുത്ത തറവാടാണ്. പക്ഷേ വഅൻദിർ അശീറതകൽ അഖ്റബീൻ, നിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ നീ താക്കീത് ചെയ്യണമെന്ന ആയത്തിറങ്ങുമ്പോൾ നബി തങ്ങൾ എല്ലാവരെയും വിളിച്ചുകൂട്ടി. എന്നിട്ട് ഫഅമ്മ വഖസ്സ, ആദ്യം പൊതുവായി വിളിച്ചു, പിന്നെ പ്രത്യേകം വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ മഅ്ശറ ഖുറൈശ്, ഖുറൈശി സമൂഹമേ, നിങ്ങളുടെ ശരീരം നരകത്തിൽ നിന്ന് നിങ്ങൾ കാക്കണേ, അല്ലാതെ എന്നോടുള്ള ബന്ധം കൊണ്ട് യാതൊരു കാര്യവുമില്ല. നബിയുടെ കുടുംബക്കാരാണ്, നബിന്റെ തറവാട്ടുകാരാണ്, ഖുറൈശികളാണ് എന്നും പറഞ്ഞ് പരലോകത്ത് വന്നാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് ആദ്യം മൊത്തത്തിൽ പറഞ്ഞു. പിന്നെ പ്രത്യേകം അതിലെ ഓരോ കബീലയെയും എടുത്തുകൊണ്ട് നബി തങ്ങൾ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി. മാത്രമല്ല അല്ലാഹു തആല പറഞ്ഞു, ഫൈദാ നുഫിഖ ഫിസ്സൂരി ഫലാ അൻസാബ ബൈനഹും യൗമഇദിൻ വലാ യതസാഅലൂൻ. സൂര്യൻ ഊതപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്കിടയിൽ കുടുംബ ബന്ധങ്ങളൊന്നുമില്ല. പിന്നെ അതൊന്നുമില്ല. പിന്നെ കുടുംബം നോട്ടല്ല, തറവാട്ട് നോട്ടല്ല, ആ വക ആരും ആരെയും പരിഗണിക്കുന്ന ഒരവസ്ഥയുമില്ല. വലാ യതസാഅലൂൻ, പരസ്പരം ചോദിക്കുക പോലുമില്ല എന്ന് അല്ലാഹു തആല പ്രത്യേകമായി ഓർമ്മപ്പെടുത്തും. അതൊക്കെ ഒരു വലിയ നല്ല ഒരു മാന്യമായ കുടുംബത്തിലാണെങ്കിൽ, ഒരു തറവാട്ടിൽ പറഞ്ഞ ആളാണെങ്കിൽ
അൽഹംദുലില്ലാഹ് പഠിച്ചവൻ ആ നിലയ്ക്ക് നമുക്ക് ഒരു അനുഗ്രഹം നൽകി എന്ന് വിചാരിക്കാമെന്നല്ലാതെ അതൊന്നും അഹങ്കരിക്കാനുള്ള വകയായിട്ടല്ല അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്നത്. മാത്രമല്ല മറ്റൊരു കാരണമാണ് ആളുകൾ നമ്മെ ബഹുമാനിക്കുക, ആദരിക്കുക. അത് പലപ്പോഴും നമുക്ക് നമ്മളെ പറ്റി ആ വക ചിന്തയുണ്ടാവാൻ നിമിത്തമായി മാറും. എല്ലാവരും ബഹുമാനിക്കുന്നു, എല്ലാവരും ആദരിക്കുന്നു, എല്ലാവരും നമ്മളെ മദ്ഹ് ചെയ്യുന്നു, മുഖത്ത് നോക്കി പ്രശംസിക്കുന്നു. അതൊക്കെ ചിലപ്പോൾ നമുക്ക് വലിയ നഷ്ടമാണ് അത് വഴി ഉണ്ടാക്കി തരിക. അത് നമ്മളിങ്ങനെ ഉയരുകയല്ല വേണ്ടത്. ആളുകളെ പ്രശംസിക്കുമ്പോൾ ആ പ്രശംസക്ക് ഒരു വിലയും കൽപ്പിക്കാതിരിക്കുക. പ്രശംസയ്ക്ക് വില കൽപ്പിച്ചാൽ നമ്മുടെ പരലോകം നഷ്ടപ്പെട്ടു പോകും. നബി ഞങ്ങളെ പറഞ്ഞു, ഒരാൾ മുഖത്ത് നോക്കി പ്രശംസിക്കുന്നത് കണ്ടാൽ നിങ്ങൾ മണ്ണ് വാരി എറിയണം അവന്റെ മുഖത്തേക്ക് എന്നാണ്. അത്ര ഗൗരവത്തിലാണ് നബി ഞങ്ങളത് പറഞ്ഞത്. മുഖത്ത് നോക്കി പ്രശംസിക്കുന്ന, മുഖപ്രശംസ നിർവഹിക്കുന്ന ഒരാളെ കണ്ടാൽ നിങ്ങൾ അവന്റെ മുഖത്തേക്ക് മണ്ണ് വാരി എറിയുക. മറ്റേ ഹദീസിൽ നബി ഞങ്ങൾ പറഞ്ഞു, മൻ അഹബ്ബ അൻ യതമസലഹു നാസ്, എല്ലാവരും തന്നെ മാതൃകയാക്കണം, തന്നെ ബഹുമാനിക്കണമെന്ന് വല്ലവനും വിചാരിക്കുന്നുവെങ്കിൽ ഫൽയതബവ്വ മഖ്അദഹു മിനൻ നാർ, നരകത്തിലെ സീറ്റ് അവൻ ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാണ്. എല്ലാവരും ഞാൻ പറഞ്ഞത് കേൾക്കണം, എല്ലാവരും എന്റെ കൂടെ ആവണം, എല്ലാവരും എന്റെ ഞാൻ നിൽക്കണം എന്നൊക്കെ തോന്നുന്നുവെങ്കിൽ അവൻ നരകത്ത് പോകാൻ മറ്റൊന്നും ആവശ്യമില്ല. ആ ചിന്ത മാത്രം മതി എന്നർത്ഥം. സഹാബിമാരെ പറയും, ഒരിക്കൽ ഞങ്ങൾ നബി തങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ വന്നു. അങ്ങനെ വന്നപ്പോൾ നബി തങ്ങൾ അവിടെ ചാരിയിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഞങ്ങൾ ചാരിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നബി തങ്ങൾ വന്നത്. നബി തങ്ങൾ വന്നപ്പോൾ ഞങ്ങളൊക്കെ എഴുന്നേറ്റിരുന്നു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ലാ തഖൂമു കമാ തഖൂമുൽ അആജിം, മറ്റുള്ള ആളുകളൊക്കെ നേതാക്കന്മാരുടെ മുമ്പിൽ എഴുന്നേൽക്കുന്നത് പോലെ നിങ്ങൾ എഴുന്നേൽക്കരുത്. യുഅല്ലിമു ബഅ്ദുഹും ബഅ്ദാ, പരസ്പരം ബഹുമാനിക്കുന്ന ആ രീതി അത് വേണ്ട. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ബഹുമാനിച്ച് എഴുന്നേൽക്കുക, അത് വേണ്ട. അത് നമ്മുടെ സംസ്കാരമല്ല, നമ്മുടെ രീതിയല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വക പല കാരണങ്ങളാൽ മനുഷ്യൻ പലപ്പോഴും നശിച്ചു പോകും. അവന് ദുനിയാവ് നഷ്ടപ്പെടും, പരലോകം ഏതായാലും നഷ്ടപ്പെട്ടു പോകും. ആ രീതിയല്ല നമുക്ക് വേണം. മറ്റോനെ പറ്റി നല്ലത് വിചാരിക്കുക, നമ്മളൊന്നുമല്ല. യഥാർത്ഥത്തിൽ നമ്മളെ പറ്റി ശരിയാൻ വണ്ണം ഒന്ന് വിലയിരുത്തിയാൽ നമ്മളൊക്കെ വളരെ മോശമാണ്, ഒന്നുമല്ല. എന്താ നമ്മളത്തിൽ ഒന്നുമില്ല, ദീനിയായിട്ട് വളരെ മോശമാണ്, ഇബാദത്തുകൾ കുറവാണ്, അറിവുകൾ കുറവാണ്, തഖ്വ കുറവാണ്, കാര്യമായി ഒന്നുമില്ലാത്ത സാഹചര്യം നമുക്ക്. ദീനിൽ നമ്മളെക്കാൾ മേലുള്ള ആളെ നോക്കാനാ പറഞ്ഞത്. ദുനിയാവിന്റെ കാര്യത്തിൽ നമ്മേക്കാൾ താഴെയുള്ളവരെ നോക്കുക, ദീനിന്റെ കാര്യത്തിലോ നമ്മേക്കാൾ മേലെയുള്ള ആളെ നോക്കുക എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. ദുനിയാവിന്റെ കാര്യത്തിൽ താഴ്ത്തുക നോക്കേണ്ടത്. നമ്മളെക്കാൾ പ്രയാസപ്പെടുന്ന ആളുകൾ, നമ്മളെക്കാൾ കഷ്ടപ്പെടുന്ന ആളുകൾ, അവരെയാണ് ദുനിയാവിന്റെ കാര്യത്തിൽ നോക്കേണ്ടത്. അല്ല നമ്മളെക്കാളും വലിയ വീട് കാണുമ്പോൾ എന്താ പോലൊക്കെ സൗകര്യം, ഞങ്ങളൊക്കെ ഒപ്പം പഠിച്ചതാ, ഞാനെപ്പോഴും ഇങ്ങനെ ഉള്ളതോട് ഒപ്പിച്ചു പോവുകയാണ്, അതല്ല വിചാരിക്കേണ്ടത്. ദുനിയാവിന്റെ കാര്യത്തിൽ മേൽപോട്ടല്ല, താഴോട്ട് നോക്കുക. ഒന്നുമല്ലാത്തവരുണ്ട്, ഇപ്പോഴും വീടില്ലാത്തവരുണ്ട്, രോഗികളായി കഴിയുന്നവരുണ്ട്, പട്ടിണി കിടക്കുന്ന മനുഷ്യന്മാരുണ്ട്, മര്യാദക്ക് വസ്ത്രം കൊടുക്കാൻ കഴിയാത്ത ആളുകളുണ്ട്, ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളുമായി നരകിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാർ നമ്മുടെ ചുറ്റുപാടിലുമുണ്ട്, കുടുംബത്തിലുണ്ട്, സഹപാഠികളിലുണ്ട്, നമുക്ക് പരിചയമുള്ള മനുഷ്യന്മാരുണ്ട്, അല്ലാത്തവരുണ്ട്. അവരിലേക്ക് നോക്കണം. അതാണ് ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങളെക്കാൾ താഴെയുള്ളവരെ നിങ്ങൾ നോക്കുക. വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും, നിങ്ങളെക്കാൾ മീതെയുള്ളവർക്ക് നോക്കരുത്. ദാലിക അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും, റബ്ബ് തന്ന നിഅമത്തിനെ ചെറുതായി കാണാതിരിക്കാൻ അതാണ് ഏറ്റവും നല്ലത് എന്നാണ്. മേൽപോട്ട് നോക്കിയാലോ കിട്ടിയ നിഅമത്തൊന്നും ഒന്നുമല്ല എന്ന് തോന്നും. അവർക്കൊക്കെ വലിയ സുഖം, അവർക്ക് വാഹനമുണ്ട്, അവർക്ക് വീടുണ്ട്, അവർക്ക് സമ്പത്തുണ്ട്, സൗകര്യമുണ്ട്, വലിയ ബാങ്ക് ബാലൻസ് ഉണ്ട്, എല്ലാ സൗകര്യമുണ്ട്, എനിക്കൊന്നുമില്ല എന്ന് തോന്നും. അപ്പോൾ റബ്ബ് തന്ന കോടാനുകോടി നിഅമത്തുകളെ വിസ്മരിക്കുവാൻ, അതൊന്നും ഒന്നുമല്ലെന്ന് കാണുവാൻ, അവന് നിരാശരായി മാറുവാൻ അത് നിമിത്തമായി മാറും. അതുകൊണ്ട് ദുനിയാവിന്റെ കാര്യത്തിൽ നമ്മേക്കാൾ പ്രയാസപ്പെടുന്ന ആളുകൾ നോക്കുക, അല്ല ദീനിന്റെ കാര്യത്തിലോ നമ്മേക്കാൾ മീതിയുള്ളവർ നോക്കുക. അവിടെ ഞാൻ ഉഷാറാന്നല്ല വിചാരിക്കേണ്ടത്. ഓലൊക്കെ എത്രയാണ് അവർക്ക് നിസ്കാരം, എത്രയാണ് അവർക്ക് ഖുർആൻ ഓതുന്നത്, എപ്പോഴും പള്ളിയിലാണ്, പുതിയ തഖ്വയുള്ളവരാണ്, ദീനുമായി ബന്ധപ്പെട്ട ജീവിതമാണ്, എനിക്കൊക്കെ എന്താ ഉള്ളത് എന്ന് ദീനിന്റെ കാര്യത്തിൽ തിരിച്ചാലോചിക്കുക. അപ്പൊ അവരെ മാതൃകയാക്കാൻ ശ്രമിക്കും, അവരെ പോലെ ആകാൻ ശ്രമിക്കും, നല്ല മനുഷ്യന്മാരുമായി സഹവസിക്കാൻ, റബ്ബിനെ സ്മരിക്കുന്ന, ഓർക്കുന്ന, ഈമാനും തഖ്വയും തൗഹീദുമുള്ള മനുഷ്യന്മാരുടെ സഹവാസമാണ് നമുക്ക് അവിടെയെല്ലാം ആവശ്യം. ആ നിലക്കുള്ള ഒരു മാറ്റത്തിന് ഞാൻ നിങ്ങൾക്ക് തയ്യാറാവുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി
اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. റജബ് മാസത്തിന്റെ അവസാന ദിവസങ്ങളിലാണ് നാം ഉള്ളത്. ഇസ്ലാമിൽ പവിത്രമായി പഠിപ്പിക്കപ്പെട്ട യുദ്ധം ഹറാമായ 4 മാസങ്ങളിൽ ഒന്നാണ് റജബ് മാസം. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്. ഈ 4 മാസങ്ങളാണ് സൂറത്ത് തൗബയിൽ പറഞ്ഞ മിൻഹാ അർബഅത്തുൻ ഹുറും, 4 മാസം പവിത്രമാണ് എന്ന് പറഞ്ഞതിൽപ്പെട്ട ഒരു മാസം റജബ് മാസമാണ്. പക്ഷെ റജബ് മാസവുമായി ബന്ധപ്പെട്ട് നൂറ്റാണ്ടുകളായി ലോകത്ത് ധാരാളം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമെല്ലാം നിലനിൽക്കുന്നുണ്ട്. നബിതങ്ങൾ വരുന്നതിന് മുമ്പ്, നബിതങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ മക്കയിൽ റജബ് മാസം പ്രത്യേകമായി ശ്രദ്ധിക്കപ്പെടുന്ന മാസമായിരുന്നു. മക്കയിലെ മുദർ ഗോത്രമാണ് റജബിന്റെ ആളുകളായി അന്ന് അറിയപ്പെട്ടത്. മുദറുകാർ റജബ് എന്നാണ് നബിതങ്ങൾ പോലും അതേപ്പറ്റി പ്രയോഗിച്ചത്. അത്രയേറെ മുദറുകാരേക്ക് ചേർത്തി പറഞ്ഞുകൊണ്ട് അല്ല, അവരെ മാസമായിട്ടാണ് അന്ന് വിശേഷിപ്പിക്കപ്പെടാറുള്ളത്. റജബ് ആകുമ്പോഴേക്ക് തുടങ്ങും അവർ നാട്ടിൽ മുഴുവൻ ഒരു ആഘോഷപ്രതീതി. റജബെന്തോ പ്രത്യേകമായ ആണ്ടറിയായി കണക്കാക്കുന്ന രീതി അന്നുണ്ടായിരുന്നു. നബിതങ്ങൾ വന്നപ്പോൾ ഇസ്ലാമിക അധ്യാപന പ്രകാരം റജബിൽ യുദ്ധം ഹറാമാണ്, അക്രമങ്ങൾ പാടില്ല, ദുൽമ ചെയ്യാൻ പാടില്ല എന്ന ആ പവിത്രത അല്ലാഹു തആല പഠിപ്പിച്ചു. എന്നാൽ അതിന്റെ ഭാഗമായി പ്രത്യേകമായ ഇബാദത്തുകളോ, പ്രത്യേകമായ നിസ്കാരങ്ങളോ, പ്രത്യേകമായ നോമ്പുകളോ, പ്രത്യേകമായ വിശ്വാസങ്ങളോ ആചാരങ്ങളോ ഒന്നുമില്ല എന്ന് കണിശമായി പഠിപ്പിക്കുകയും ചെയ്തു. നബിതങ്ങൾ റജബിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു അമൽ ചെയ്തിട്ടില്ല. പ്രത്യേക നോമ്പ് നോറ്റിട്ടില്ല, പ്രത്യേകമായ നിസ്കാരം ഉണ്ടായിട്ടില്ല, പ്രത്യേകമായ ആചാരം ഉണ്ടായിട്ടില്ല. റജബിൽ പ്രത്യേകം ശ്രദ്ധിച്ചത് അന്ന് യുദ്ധം ചെയ്യാറില്ല. എത്ര സാഹചര്യം വന്നാലും റജബ് മാസം യുദ്ധം ചെയ്യാറില്ല. യുദ്ധം ചെയ്യാൻ പാടില്ലാത്ത 4 മാസങ്ങളായി ജാഹിലിയ്യ കാലത്തെ കണക്കാക്കി പോന്നതാണ് ഈ 4 മാസം. അത് ഇസ്ലാം അങ്ങനത്തെ നിലനിർത്തിപ്പോന്നു. അത് പഴയ കാലത്തുമില്ല. നബിതങ്ങൾ ജനിക്കുന്നതിന് മുമ്പും മക്കക്കാർ കൊല്ലം മുഴുവനും പലരുമായി ഏറ്റുമുട്ടുമെങ്കിലും റജബ് മാസം വന്നാൽ എല്ലാവരും ആയുധം എടുത്തു വെക്കും, പിന്നെ ഏറ്റുമുട്ടതില്ല. റജബിലെ വല്ലവനും ഇങ്ങോട്ട് കൊന്നാ പോലും പറയും റജബ് കഴിയട്ടെ, എന്ന് ഞാൻ പകരം വിട്ടിത്തരാം. അത് നമ്മുടെ രീതി. അന്ന് റജബിൽ ആയുധം എന്തി പോകാറില്ല, ആയുധം മാറ്റിവെക്കുമായിരുന്നു. പിന്നെ അവർ ചെറിയ ചില കൃത്രിമത്വങ്ങൾ ഉണ്ടായിരുന്നു. റജബിൽ അവർക്ക് ഏറ്റുമുട്ടേണ്ട അത്യാവശ്യം ഉണ്ടായി കഴിഞ്ഞാൽ തൽക്കാലം അവർ പിന്നെ ആ മാസത്തിന്റെ പേരങ്ങ് മാറ്റും. ഈ മാസം പിറക്കുമ്പോൾ തൽക്കാലം ഒരു യോഗം കൂട്ടി തീരുമാനിക്കും, ഇപ്രാവശ്യം നമുക്ക് ഷൈബാൻ ആദ്യാക്കുക, റജബ് പിന്നാക്കുക. അല്ലെ ഈ മാസം ഷൈബാൻ എന്നാണ് പേരിടും, ഒരു യുദ്ധം ചെയ്യും. പകരം അടുത്ത മാസത്തിൽ റജബ് എന്ന് പേരിടും, അന്ന് യുദ്ധം ചെയ്യാതെ. അതാ നസീ അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, ഇന്നമ നസീഉ സിയാദത്തുൻ ഫിൽ കുഫർ. ഈ തിരിമറികൾ, മാസങ്ങളിൽ കാണിക്കുന്ന തിരിമറികൾ, അത് കുഫറിന്റെ വർധനവാണ് എന്ന് അല്ലാഹു തആല പ്രത്യേകം എടുത്തു പറഞ്ഞത് ആ ചെയ്തിയെ പറ്റിയാണ്. പിന്നീട് ഉമർ ഖത്താബിന്റെ കാലഘട്ടം വന്നപ്പോൾ ഒരുപാട് പ്രദേശങ്ങൾ ഫത്ഹായി ഇസ്ലാമിലേക്ക് വന്നു. പല രാജ്യത്തും ഭരണാധികാരികൾ മാറുമ്പോൾ നാടൊന്നാകെ മാറി. തറവാട്ട് കാരണന്മാര് മാറുമ്പോൾ മെമ്പർമാരൊന്നാകെ മാറി. അങ്ങനെ ധാരാളം ആൾ ഇസ്ലാമിലേക്ക് വന്നു. അറബികൾ മാത്രമല്ല, മറ്റു ദേശങ്ങളിലേക്ക് കൂടി ഇസ്ലാം വ്യാപിച്ചു. മതമറിയാത്ത, ദീനു പഠിക്കാത്ത ഒരുപാട് ആളുകൾ അന്ന് പേരിൽ മാത്രം മുസ്ലിമായി വന്ന ആ സാഹചര്യങ്ങളിൽ റജബുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങൾ രണ്ടാമത് തലപൊക്കാൻ തുടങ്ങി. ചില സ്ഥലത്തൊക്കെ റജബ് വരുമ്പോൾ പ്രത്യേകമായ ഒരു ആഘോഷവും പ്രത്യേകമായ ഓർമ്മപ്പെടുത്തൊക്കെ തുടങ്ങിയപ്പോ ഉമർ ഖത്താബ് റജബ് മാസം വന്ന പ്രത്യേകമായ പോലീസുകാരെ ഡ്യൂട്ടിക്ക് വിട്ടു. റജബിൽ ആരെയും വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ ഓലെ പിടികൂടാൻ വേണ്ടി. റജബിനെ പ്രത്യേകം ബഹുമാനിക്കുന്ന, റജബിന് പ്രത്യേകമായി വല്ലതും ചെയ്യുന്ന വല്ലവനും ഉണ്ടെങ്കിൽ അവനെ പിടികൂടാൻ, അവന് അതിനു വേണ്ട പണിഷ്മെന്റ് കൊടുക്കാൻ വേണ്ടി ഉമർ ഖത്താബിന്റെ കാലത്ത് പ്രത്യേകമായ സൈന്യത്തിന് അദ്ദേഹം നിർദ്ദേശം നൽകിയെന്ന് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. അദ്ദേഹം പ്രത്യേകം പറയുമായിരുന്നു, അത് ജാഹിലിയ്യ കാലത്ത് അവര് ബഹുമാനിച്ചിരുന്ന ഒരു മാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് താക്കീത് ചെയ്യാൻ കൂടി ഉമർ ഖത്താബ് ശ്രമിച്ചതായി കാണാം. പിൽക്കാലത്ത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് സൂഫികൾ, ത്വരീഖത്തുകാരൊക്കെ വന്നപ്പോൾ വീണ്ടും അവർ ഈ ജാഹിലിയ്യ രീതിയെ കൊണ്ടുവരികയും റജബിനെ കുറിച്ച് ധാരാളം ഇല്ലാത്ത പോലീസുകൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഒട്ടനവധി ഹദീസുകൾ, ആയിരക്കണക്കായ ഹദീസുകളാണ് റജബിന്റെ കാര്യത്തിൽ വ്യാജമായി നിർമ്മിക്കപ്പെട്ടത്. ഇല്ലാത്ത ഹദീസുകൾ നബി തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് റജബുമായി ബന്ധപ്പെട്ട ഒരുപാട് ഹദീസുകൾ
വ്യാജമായി പലരും ഉണ്ടാക്കി പ്രചരിപ്പിച്ചു. റജബിലെ ഓരോ ദിവസം നോമ്പ് നോറ്റാൽ കിട്ടുന്ന കൂലി പറയുന്ന വലിയ ദീർഘമായ പേജുകൾ വരുന്ന ഒരു ഹദീസ് ഉണ്ട്. റജബ് 1-ാം ദിവസം നോറ്റാൽ ഇത്ര കൂലി, 2-ാം ദിവസം നോറ്റാൽ ഇത്ര കൂലി, 3-ാം ദിവസം നോറ്റാൽ ഇത്ര കൂലി എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ദിവസത്തെയും പ്രതിഫലം പറയുന്ന പ്രത്യേകം ഹദീസ് ഉണ്ടാക്കി വിട്ടിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് റജബ് 27 നോമ്പ് നോറ്റാൽ 2 മാസം നോമ്പ് നോറ്റ കൂലി കിട്ടുമെന്ന് നബിതങ്ങൾ പറഞ്ഞിരിക്കുന്നു. നബിതങ്ങൾ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഹദീസ് ഇല്ല. അത് പിൽക്കാലത്ത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ആരോ വ്യാജമായി കെട്ടിച്ചമച്ച് ഹബീബായ നബിതങ്ങളുടെ പേരിൽ കള്ളം കെട്ടിച്ചമച്ചു പ്രചരിപ്പിച്ച വ്യാജമായ റിപ്പോർട്ട് മാത്രമാണ്. അതിലാണ് പറഞ്ഞത് റജബ് 27 നോമ്പ് നോറ്റാൽ 2 മാസം നോമ്പ് നോറ്റ കൂലി കിട്ടും. അവിടെ മിറാജ് നോമ്പൊന്നുമില്ല, അത് പിന്നെയും കൂട്ടിച്ചേർത്താണ്, അത് പിന്നെ ചേർത്താണ്. റജബിലെ ഓരോ ദിവസം നോറ്റാലുള്ള കൂലി കിട്ടിയെന്ന് പറഞ്ഞ കൂട്ടത്തിൽ 27 നോറ്റാൽ 2 മാസം നോമ്പ് നോറ്റ കൂലി കിട്ടും എന്ന് പറഞ്ഞു. അത് മാത്രം എടുത്തിട്ടാണ് ചില ആളുകളൊക്കെ ഇപ്പോ മിറാജ് നോമ്പിന് തെളിവുണ്ട് എന്ന് പറഞ്ഞ് ഈ കള്ള റിപ്പോർട്ട്, വ്യാജമായി ഉണ്ടാക്കി പ്രചരിപ്പിച്ച റിപ്പോർട്ട് അതുമായി നടക്കുന്നത്. അത് പിന്നീട് അറിഞ്ഞോ അറിയാതെയോ ചില കിതാബുകളൊക്കെ സ്ഥാനം പിടിച്ചു പോയി. അത്ര വലിയ ഹദീസ് പ്രാവീണ്യമില്ലാത്ത ആളുകൾ, പിൽക്കാലത്ത് വന്ന ചില പണ്ഡിതന്മാർ, ഗ്രീക്ക് ഫിലോസഫിയുടെ സ്വാധീനമുണ്ടായവർ, അവരൊക്കെ അവിടെ കിതാബുകളിൽ ഇത് നബിതങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തി പോയി. പക്ഷെ നബിതങ്ങൾ പറഞ്ഞിട്ടില്ല. അത് പിന്നീട് വന്നവർ ആ നിലയ്ക്ക് തന്നെ കൃത്യമായി പറയുകയും ചെയ്തു, അത് വ്യാജമാണ്, ആ കിതാബിൽ കണ്ടതുകൊണ്ട് പെട്ടുപോകേണ്ടതില്ല എന്നുവരെ ആ കാലഘട്ടങ്ങളിൽ തന്നെ ഗ്രന്ഥം എഴുതിയ പണ്ഡിതന്മാരുമുണ്ട്. അത് ഇന്ന് നമ്മുടെ നാട്ടിൽ വ്യാപകമാണ്. റജബ് 27 വരുമ്പോഴേക്ക് മിറാജ് നോമ്പ് എന്നും പറഞ്ഞുകൊണ്ട് മറ്റു നോമ്പൊന്നും നോൽക്കാത്തവനും ഇത് വലിയ പ്രാധാന്യം നോൽക്കും. തിങ്കളും വ്യാഴം നോമ്പ് സുന്നത്താണ്, അത് നോൽക്കാത്ത മനുഷ്യന്മാർ, ചൊവ്വാൽ 6 നോമ്പ് പോലും നോൽക്കാത്ത ആളുകൾ. പക്ഷെ ഇത് വലിയ ഒരു പ്രാധാന്യം കണക്കാക്കിയത് പ്രത്യേകമായ ഭക്ഷണം ഉണ്ടാക്കലും പ്രത്യേകമായ ദ്വാരിപ്പിക്കലും അതെന്തോ വലിയ മഹത്വമുള്ള കാര്യമായി കണക്കാക്കി പോരുന്നുവെങ്കിൽ അത് ജാഹിലിയ്യ സംസ്കാരമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. വളരെ പിൽക്കാലക്കാരായ മദ്ഹബി പക്ഷപാതികളായ ചില ആളുകളുടെ ഗ്രന്ഥങ്ങളിൽ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ വന്നത്. അല്ലാതെ നബിതങ്ങൾ പറഞ്ഞു വന്ന് എവിടെയും ഈ വിഷയത്തിൽ ഒരു ഹദീസും ഇല്ല എന്ന് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ പോലും സമ്മതിക്കുന്ന കാര്യമാണ്. ചോദിച്ചാൽ ആകെ പറയാനുള്ള ഹദീസ് ഈ ഹദീസാണ്. റജബ് 27 നോമ്പ് നോറ്റാൽ 2 മാസം നോമ്പ് നോറ്റ കൂലി കിട്ടുമെന്ന് ഹദീസിലുണ്ട് എന്ന് ഇത് മാത്രമാണ് പറയുക. അങ്ങനെ ഹദീസേ ഇല്ല, അത് വ്യാജമാണ്. ഹബീബായ നബിതങ്ങളുടെ പേരിൽ ആരോ ഉണ്ടാക്കി പ്രചരിപ്പിച്ച കള്ളക്കഥ മാത്രമാണ്. ഈ വിഷയത്തിൽ മാത്രം പണ്ഡിതന്മാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഗ്രന്ഥങ്ങൾ പോലും എഴുതിയിട്ടുണ്ട്. ഇബ്നു ദഹിയ റഹിമഹുല്ലാഹ് കിതാബ് എഴുതി അദാഉ മാ വജബ ഫീ ബയാനി വൽഇൽ വല്ലാഇന ഫീ റജബ്. റജബിന്റെ വിഷയത്തിൽ നിർമ്മിച്ചു വിട്ട ആളുകളുടെ നിർമ്മാണത്തെ പറ്റിയുള്ള ബാധ്യത നിർവഹണം എന്ന പേര് കിതാബ് പോലും എഴുതി. എന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയ ഓരോ ഹദീസും അദ്ദേഹം അതിൽ ചർച്ചകൾക്ക് പറഞ്ഞതാ ഇത് വ്യാജമാണ്, ഇത് ഇന്നാൾ ഉണ്ടാക്കിയതാണ്, ഇത് ഇന്നാൾ ഉണ്ടാക്കിയതാണ്, ഇതുണ്ടാക്കിയത് ആരാന്ന് അറിയില്ല എന്ന് ഓരോന്നും എടുത്തു കാണിച്ചുകൊണ്ട് അങ്ങനെ തന്നെ വിശദീകരിച്ചുകൊണ്ട് കിതാബ് എഴുതിയ അക്കാലങ്ങളിൽ ഏകദേശം 800 കൊല്ലം മുമ്പ് എഴുതപ്പെട്ട കിതാബാണ്. ഇബ്നു ഹജർ അസ്ഖലാനി സ്വഹീഹ് ബുഖാരിക്ക് വിശ്വപ്രസിദ്ധമായ വ്യാഖ്യാനം എഴുതിയ ഇബ്നു ഹജർ അസ്ഖലാനി 852 വഫാത്തായ മഹാനായ പണ്ഡിതൻ. അദ്ദേഹം പ്രത്യേകം കിതാബ് എഴുതി തബ്യീനുൽ അജബ് ഫി ഫളാഇൽ റജബ്, റജബിന്റെ ഫളായിലുമായി ബന്ധപ്പെട്ട അത്ഭുതം രേഖപ്പെടുത്തൽ എന്ന് പറഞ്ഞുകൊണ്ട് എത്ര വലിയ ഫളലാണ് ഉണ്ടാക്കിയത്. റജബിന്റെ ഫളല് പറഞ്ഞ് മറ്റേത് മാസങ്ങളെക്കാൾ ഏറെ വലിയ മഹത്വമുള്ള മാസമാക്കി മാറ്റാൻ ഉള്ള പരിശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ആ രംഗത്തുണ്ടായ വ്യാജമായ കഥകളെ മുഴുവൻ വിവരിക്കാനാണ് അദ്ദേഹം ആ ഗ്രന്ഥം തയ്യാറാക്കിയത്. ഇതൊക്കെ ഒരു ഭാഗത്ത് ഉണ്ടായിരിക്കെ തന്നെ അതിനെല്ലാം മറികടന്നുകൊണ്ട് ഇന്നും ഈ തെറ്റായ ബിദ്അത്തായ നോമ്പ് നോക്കുകയും പ്രൊമോട്ട് ചെയ്യുകയും പ്രത്യേകമായ സോഷ്യൽ മീഡിയ വഴി ഓർമ്മപ്പെടുത്തുകയും ഇന്നോസാണ് നോമ്പ് നോൽക്കണമെന്ന് പറയുകയും അന്ന് പ്രത്യേകമായ നിക്കറും പ്രാർത്ഥന പോലും പഠിപ്പിക്കാനും പോലും ഇന്ന് ഉസ്താദുമാർ പലരും മുന്നോട്ട് വരുന്നു. നമ്മൾ പെട്ടുപോകാൻ പാടില്ല. മതത്തിൽ ഇല്ലാത്ത ഒന്ന് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ആരോ ഉണ്ടാക്കി മതത്തിലേക്ക് വ്യാജമായി കൂട്ടിച്ചേർത്ത ബിദ്അത്താണ്, വഴികേടാണെന്ന് തിരിച്ചറിയുകയും ആ നോമ്പ് നോറ്റാൽ കൂലിയല്ല പകരം മതത്തിലുള്ള ബിദ്അത്തിനെ പ്രൊമോട്ട് ചെയ്തുള്ള കുറ്റം കിട്ടുമോ എന്ന ആശങ്കയാണ് നമുക്ക് വേണ്ടത് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുക. ഇസ്ലാമിൽ ഒരു കാര്യം ഇബാദത്താകണമെങ്കിൽ അല്ലാഹു തആല പഠിപ്പിക്കണം, നബിതങ്ങൾ പഠിപ്പിക്കണം, സ്വഹാബത്ത് നബിയിൽ നിന്ന് അത് പഠിച്ച് പ്രാവർത്തികമാക്കിയതായിരിക്കും. അല്ലാത്തൊരു ഇബാദത്ത് ഇസ്ലാമിലില്ല. ആ ഒരു അടിസ്ഥാനം തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. അതുകൊണ്ട് ഏത് രംഗത്തും ഉള്ളതിനെ ഉള്ളതാക്കി മനസ്സിലാക്കി അത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ പരിശ്രമിക്കുക. വ്യാജനുകളെ ആ നിലയ്ക്ക് തന്നെ തിരിച്ചറിഞ്ഞ് അത് ഒഴിവാക്കാനും അതിനെതിരെ ശബ്ദിക്കാനും കൂടി നാം പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. ربنا اصرف عنا
عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.